അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാനും മേല വണ്ടി. മുന്നോട്ടും പോയില്ല, പുറകോട്ടും സൈഡിലേക്കും പോയില്ല. 5 വണ്ടി പോയതിനു ശേഷമാണ് എനിക്കൊന്ന് അവിടുന്ന് റെയിൽവേ ഗേറ്റിൻ്റെ അവിടുന്ന് തിരിച്ചു പോരാൻ പറ്റിയത്. ഏറ്റവും തിരക്കുള്ള ഒരു റോഡായിരുന്നു. തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ ഇടയില്ല. ഞങ്ങളുടെ കടയിലോട്ട് വരുന്ന ആൾക്കാർക്ക് പോലും ഒന്നും വരാൻ പറ്റിയില്ല. അതുപോലെ ഇങ്ങനെ തിരക്ക് അവിടെ കിടക്കുന്നത്. ഓരോ പാർട്ടിക്കാർ വന്നിട്ട് ഫ്ലെക്സി വെക്കും. ഓരോ രാഷ്ട്രീയക്കാർ ജയിച്ചു വരുമ്പോഴത്തേനും ഈ ഫ്ലെക്സി വരുന്നതല്ലാതെ ഒരു മാർഗം ഇവിടെ കണ്ടിട്ടില്ല. കുറേ ആൾക്കാർ ഇത് ഞങ്ങളുടെ നേതാവ് ഇപ്പം ചെയ്തു തരും എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് ഇങ്ങോട്ട് വന്നിട്ടില്ല. ചെയ്യാണ്ട് അവർ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ വരുമ്പോൾ അവർ കൊണ്ട് ഫ്ലെക്സി പോകും. ഇവിടെ കൊണ്ട് എങ്ങനെയെങ്കിലും അത് തടസ്സപ്പെടുത്തണം, മുടക്കണം എന്നൊരു കാഴ്ചപ്പാടിലാണ് ഇവിടുത്തെ പല വ്യക്തികളും. കുറുപ്പന്തറയിൽ ഒരു പ്രധാന പാതയെ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ ഗേറ്റിന് സമീപമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളെ മാത്രമല്ല, ഈ ഒരു പാത തിരഞ്ഞെടുക്കുന്ന എല്ലാവരെയും വളരെയധികം കഷ്ടത്തിലാക്കുകയാണ് ഇവിടുത്തെ റെയിൽവേ ഗേറ്റ്. കാരണം അടിക്കടി ഇത് അടച്ചിടേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, അതായത് യാത്ര ചെയ്യുന്നതെല്ലാം വളരെ ക്ലേശകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പോലും ഇവിടെ വലിയ രീതിയിലുള്ളൊരു ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ, കുമരകം തുടങ്ങിയ പാതകൾ അങ്ങോട്ടേക്ക് പോകുന്നവരെല്ലാം തന്നെ ഈ ഒരു പാതയാണ് മാർഗമായിട്ട് സ്വീകരിക്കാറുള്ളത്. അപ്പോൾ അവർക്കെല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഈ ഒരു റെയിൽവേ ഗേറ്റ്. അത് പല സമയങ്ങളിലും എന്തെങ്കിലും അത്യാവശ്യത്തിനായി പോകുമ്പോഴായിരിക്കും അടച്ചിടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അവരുടെ സമയം നഷ്ടമായാലും അവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതെ വരുന്ന ഒരു സംഭവം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് എന്താണ് ഇവിടെ അവരനുഭവിക്കുന്ന ദുഃഖങ്ങളെന്ന്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷമങ്ങളിൽ നിന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഈ മധ്യ കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തുള്ള ആളുകൾക്ക് ആലപ്പുഴ, ചേർത്തല തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും കുമരകം തുടങ്ങിയ തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും ആർത്തങ്കൽ തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുമെല്ലാം സുഗമമായി യാത്ര ചെയ്യാവുന്ന ഒരു പാതയാണിത്. അതുപോലെ തന്നെ ഈ വഴിയോട് ചേർന്നാണല്ലോ ഹൈന്ദവ പ്രസിദ്ധമായ ഒരു മള്ളിയൂർ ക്ഷേത്രവും ഉള്ളത്. ഈ പ്രദേശത്തോട് കടന്നു വേണം ഈ വാഹനങ്ങളെല്ലാം എത്തിച്ചേരാനായിട്ട്. ആ പ്രദേശങ്ങളിലേക്ക് സുഗമമായിട്ട് എത്തിച്ചേരാൻ കഴിയുന്നൊരു വഴി എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു തടസ്സം എന്ന് പറയുന്നത് കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷനോട് അടുത്തുള്ള ഈ റെയിൽവേ ക്രോസ് തന്നെയാണ്. ഇപ്പോൾ ട്രെയിനുകളുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നതിനാൽ വളരെയേറെ സമയം ആ റോഡ് അടച്ചിടുന്ന സാഹചര്യമാണുള്ളത്. ഇടമുറിയാതെ വാഹനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിയിൽ കുറേ സമയം തടസ്സപ്പെട്ട് കഴിയുമ്പോൾ ആ വഴി തന്നെ അപ്രസക്തമാകുന്ന ഒരനുഭവമുണ്ട്. മാത്രവുമല്ല, യാത്രക്കാർക്കത് വലിയ ക്ലേശവുമാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ദേവാലയത്തിൽ തന്നെ വരുന്ന ആളുകൾക്കും കാൽനടയായിട്ട് വരുന്നവർക്ക് പോലും കുറേ സമയം ഇങ്ങനെ അടച്ചിരുന്നത് കൊണ്ട് കടന്നു പോരാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തിരുക്കർമ്മങ്ങളിൽ സമയത്ത് എത്തിച്ചേരാനും സാധിക്കാതെ വരുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം മനസ്സിലാക്കി ഇത് എത്രയോ മുമ്പേ നടക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഒരു പക്ഷേ ഏതാനും വ്യക്തികളുടെ താല്പര്യങ്ങൾ മാനിച്ചുകൊണ്ടായിരിക്കാം ഇത്രയും നീണ്ടുപോയത് എന്ന് കരുതുന്നു. എന്തായാലും ഇനിയുമെങ്കിലും എത്രയും വേഗം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെ കിഴക്കൻ പ്രദേശത്തുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് കുറവലങ്ങാട് തുടങ്ങിയ കേന്ദ്രങ്ങളിലേക്കും ഭരണങ്ങാനം തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും ഒക്കെ കടന്നു പോകാൻ ഉപകാരപ്പെടുന്ന ഒരു വലിയ റോഡാണിത്. അപ്പോൾ അത് എത്രയും വേഗം നിർമ്മാണം പൂർത്തിയായാൽ ഈ നാടിൻ്റെ വികസനത്തിനും ആളുകളുടെ ചിന്താഗതിക്കും ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇത് സഹായമാകും എന്നാണ് എൻ്റെ അഭിപ്രായം. വിശ്വാസികൾ ഇപ്പോൾ കറങ്ങിയാണ് പോകുന്നത്. അവർക്ക് ഇതുവഴി പോകാൻ വല്ലാത്ത വളരെയധികം 5 മിനിറ്റ് കൂടുമ്പോഴത്തേക്കും അടച്ചിടുന്നൊരവസ്ഥയായതുകൊണ്ട് തന്നെ. അപ്പോൾ വരുമ്പോൾ, അതായത് മേൽപ്പാലം വരുമ്പോൾ എല്ലാവർക്കും വളരെയധികം ഗുണകരം ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. അത് ഈ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ടി അവർ ഏകദേശം ഒരു സമയം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വരുമ്പോൾ അത് അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വളഞ്ഞ് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയം വളരെ കടന്നു പോകും. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടവരും മറ്റു പള്ളികളിലേക്കും ഒക്കെ പോകേണ്ട സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. അത് ഇടവകയെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിനും അതൊരു തടസ്സം തന്നെയാണ്. അതുകൊണ്ട് അതും പരിഹരിക്കപ്പെടുന്നത് ഇടവകയുടെ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ഉപകാരപ്രദമാകുന്നതാണ്. ഈ നാടിൻ്റെ വികസനം സ്തംഭിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് ഈ മേൽപ്പാലം അല്ലെങ്കിൽ ഈ റെയിൽവേ ഗേറ്റ് കാരണം നമ്മുടെ കുറുപ്പന്തറയെ രണ്ടായിട്ട് വിഭജിച്ചു പോയിരിക്കുകയാണ്. ഞങ്ങൾ വ്യാപാരികളും ഏതാനും കുറച്ച് വ്യക്തികളും മാത്രമാണ് ഈ മേൽപ്പാലം വേണമെന്നും പറഞ്ഞ് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത്. ജനങ്ങൾക്കെല്ലാം ആവശ്യമാണെങ്കിലും ആരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനോ ഒരു അക്ഷരം ചെയ്യാനോ ഒന്നും ആർക്കും താല്പര്യവുമില്ല. ഈ നാടിന് സെൽഫിഷ് മൈൻഡായി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു രാഷ്ട്രീയക്കാർ പോലും ഇതിനു വേണ്ടി ഇടപെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ ഒരു
നിരപരാധിയുടെ ജീവൻ പോലും ഈ പാലത്തിന് വേണ്ടി ഇവിടെ ഹോമിക്കപ്പെട്ടിട്ടുണ്ട്. അത് മുൻ കൈക്കാരന് ആയിരുന്നു ഞങ്ങളുടെ ഈ പള്ളിയിലെ, ഞാനും മുൻ കൈക്കാരനായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹം ഈ വാഹനങ്ങൾ റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്ന സമയത്ത്, സിഗ്നൽ വീഴുന്ന സമയത്ത് അമിതമായ സ്പീഡിൽ ടിപ്പറുകളൊക്കെ പാഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം ബൈക്കിൽ ഇതുവഴി പോവുകയായിരുന്നു, ജെയിംസ് എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് പോവുമായിരുന്നു. ആ സ്പീഡ് കാരണം ആ ഡ്രൈവർ അറിഞ്ഞില്ല. ഈ നാട്ടിലായതുകൊണ്ട് ഡ്രൈവർ രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കിൽ വേറൊരു നാട്ടിലായിരുന്നെങ്കിൽ അതും ഉണ്ടാവത്തില്ലായിരുന്നു. അതുപോലെ ആ ഒരു നിരപരാധിയുടെ രക്തം പോലും ഈ പാലത്തിനെതിരെ നിൽക്കുന്ന കുടുംബങ്ങളുടെ മേൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഈ പാലം ഇവിടെ അത്യന്താപേക്ഷിതമാണ്. ഈ നാടിനെ രണ്ടായി വിഭജിക്കുന്ന ഈ റെയിൽവേ ഗേറ്റ് മാറുക, പാലം വരണമെന്നാണ് എൻ്റെയും ഞങ്ങളുടെ ഇടവകയുടെയും ഞങ്ങളുടെ ഈ പൊതുജനത്തിൻ്റെ എല്ലാം താല്പര്യം. ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ ഇതുമായിട്ട് നടപടികൾ സ്വീകരിക്കാനോ ഒന്നിനും തന്നെ മുന്നിട്ടിറങ്ങിയിട്ടില്ല. 2012 കാലഘട്ടത്തിൽ ജോസ് കെ മാണി MP ആയിരുന്ന സമയത്താണ് ഇതിൻ്റെ ആദ്യത്തെ 5 മേൽപ്പാലങ്ങൾ നമ്മുടെ കോട്ടയത്തിന് അനുവദിച്ചതാണ്. അതിനകത്ത് ഇപ്പോൾ പ്രവൃത്തി ഒന്നും ആകാതെ കിടക്കുന്ന ഈ ഒരു മേൽപ്പാലം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഇതിലും വാഹന ഗതാഗതം അടക്കം എല്ലാ സംഭവവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ജനകീയമായ ഒരു പ്രക്ഷോഭമൊന്നും ഇതിന് പുറകിൽ വലിയ കാര്യമായിട്ടുണ്ടായിട്ടില്ല. അതൊക്കെയായിരിക്കും കാരണം. എന്തായാലും ഒരു പ്രാവശ്യം നമ്മുടെ ഇപ്പോഴത്തെ MLA-യും ഒരു ചെറിയ രീതിയിലൊക്കെ പ്രവർത്തനമൊക്കെ ആദ്യഘട്ടങ്ങളിലൊക്കെ ചെയ്തു. ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്, വളരെ ബുദ്ധിമുട്ടുമാണ്. ജനങ്ങൾ ഒരു വണ്ടി അർജൻറ്റായിട്ട് ഇപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അപ്പം അത് അടച്ചിടും. ഇതിങ്ങനെ 10 മിനിറ്റ് ഇടപെട്ട് ഇത് അടച്ചുകൊണ്ടിരിക്കും. ഇത് ഈ ഒരു മേൽപ്പാലം നേരത്തെ വരേണ്ടതായിരുന്നു. അത് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഇങ്ങനെ നീണ്ടു പോകാം. ഇനിയെങ്കിലും അത് വരുവാണെങ്കിൽ വളരെ ഉപകാരമാണ് ഈ നാടിനും ഈ നാട്ടുകാർക്കും. വളരെ അർജൻറ്റാണ്. നാട്ടുകാരെല്ലാവരും ഇപ്പോൾ ഒരേ ശബ്ദത്തോടെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അധികാരികളോട് പറയുന്നത് ഈ ഒരു മേൽപ്പാലത്തിൻ്റെ കാര്യം തന്നെയാണ്. മേൽപ്പാലത്തിൻ്റെ കാര്യം തന്നെയാണ്. കാരണം അത് വളരെ അർജൻറ്റുള്ള ഇതുകൊണ്ട് അപ്പുറത്ത് മാഞ്ഞൂർ മേൽപ്പാലം വന്നു. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെപ്പോഴും വണ്ടികൾ വന്നുകൊണ്ടിരിക്കണം. നമുക്കൊരു അർജൻറ്റ് വന്നു കഴിയുമ്പോൾ അവിടെ പോക്കാം. ഇനി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകണം. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ നാട്ടിനെ പറ്റി ഇത് നേരത്തെ വരണ്ട എന്ന് ചില സാങ്കേതിക തടസ്സം എന്ന് പറഞ്ഞാൽ ആൾക്കാർ സ്ഥലം കൊടുക്കാതെ ഇരിക്കുന്നു. എങ്ങനെ കേസൊക്കെ കാരണം നീണ്ടുപോയതാണ്. നേരത്തെ ഒരു ഉപകാരം ഇപ്പോൾ വന്ന് ഏതാ ദേശം എല്ലാം ക്ലിയർ ആണെന്നാണ് അറിയാൻ കണ്ടത്. ഇനിയിപ്പോൾ എന്തോരം കാലം നീണ്ടു പോകുമെന്ന് അറിയത്തില്ല. വന്നാൽ ഏറ്റവും നല്ലത് ഈ നാടിന് വേണ്ടി. ബുദ്ധിമുട്ട് മാറും, ഒത്തിരി ബുദ്ധിമുട്ട് മാറിക്കിട്ടും. കാരണം അത് ഇപ്പം ഞാൻ താമസിക്കുന്ന കുറുപ്പന്തറയാണ്. ഈ മേൽപ്പാലം കടന്നു വേണം ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങളെല്ലാം നിരന്തരമായിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആകുന്നത് കൊണ്ട് സമയത്ത് ഓരോ കാര്യങ്ങളും നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഉദ്ദേശം അല്ലെങ്കിൽ മറുവായിട്ട് നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മേൽപ്പാലം വരിക എന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടും മാറുമോ? പിന്നെ തീർച്ചയായിട്ടും മാറും. മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങളെല്ലാം മാറും. നമുക്ക് കൃത്യസമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനും പോകാനും എല്ലാം നമുക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഒരു കറക്റ്റ് സമയത്തിന് നമ്മൾ എവിടെയെങ്കിലും ചെല്ലണമെന്ന് ആഗ്രഹിച്ച് നടക്കാതെ വരിക, അല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞു പോവുക, അങ്ങനെ വളരെ സമയത്തിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഓക്കെ, അപ്പം നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ബന്ധപ്പെട്ട നടപടികൾ എന്തുകൊണ്ടായിരിക്കും അധികാരികൾ കണ്ടില്ല എന്ന് നടിക്കുന്നത്? എന്താണെന്ന് നമുക്ക് അതിനെപ്പറ്റി ശരിയായിട്ട് അറിയത്തില്ല. കാരണം ആളുകളുടെ നിരന്തരമായ പ്രയത്നം ഇതിന് പുറകിലുണ്ട്. ശരിയായിട്ടുള്ള ലെവലിലേക്ക് എത്താത്തത് കൊണ്ടായിരിക്കാം. കാരണം ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളായിരിക്കണം ഒരു പക്ഷേ ഇതിന് പേരിൽ എടുക്കേണ്ടത്. ആ ഉദ്യോഗസ്ഥന്മാർ നടപടി ആയിത്തീരുമായിരിക്കും. ഞാൻ ഇപ്പോൾ 76 വയസ്സായി. ഈ കുറുപ്പന്തറ ടൗണിൽ തന്നെ ജനിച്ച ആളാണ്. ഇപ്പോൾ ഈ കുറുപ്പന്തറ റെയിൽവേ ഗേറ്റ് എന്ന് പറയുന്നത് അത് ബ്ലോക്കായ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ശാപമാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഈ വെയിലത്തും മഴയത്തും വഴി തന്നെ കിടക്കണം. അതുപോലെ തന്നെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. സമൂഹത്തിൽ ഏറ്റവും കുറുപ്പന്തറയ്ക്ക് ഏറ്റവും ഒരു നല്ല നേട്ടമുള്ള കാര്യമാണ് ഈ ഓവർ ബ്രിഡ്ജ്.
അത് വരുന്നതോടുകൂടി ഞങ്ങളുടെ നാടിന് ഭയങ്കരമായ വികസനം ഉണ്ടാകും. അങ്ങനെ എല്ലാ രോഗികളെയും കൊണ്ട് അവിടെ പോകാനോ എന്തെങ്കിലും ആവശ്യത്തിന് ഞങ്ങൾക്ക് ഉപകരിക്കും. ഇതിപ്പം ഭയങ്കര ശാപമാണ് അത് പാലം പണിയാത്തത്. അത്രയും വേഗം അത് പണിത് കിട്ടണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് പറഞ്ഞാൽ വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഒരു ദിവസം നല്ല ടൈമിലല്ല ഒരു മണിക്കൂർ അവിടെ ബ്ലോക്കാകും ട്രെയിൻ പാസ് ചെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെ ഒരു ഇതാണ് ഏറ്റവും വേഗം കിട്ടിയാൽ നല്ലത്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഈ ബുദ്ധിമുട്ട് ഈ പ്രദേശത്തുള്ള സകല മനുഷ്യരും അനുഭവിക്കുന്നതാണ്. ഒരുപാട് വാഗ്ദാനങ്ങൾ ഈ 10-64 വർഷം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല. ഇവിടെ നിരവധി സ്കൂളുകളുണ്ട്. അതുപോലെ കല്ലറ മുതലുള്ള ആളുകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന വഴിയാണ്. ഈ വരുന്ന ആളുകൾക്ക് ആശുപത്രി, മുട്ടുചിറ ആശുപത്രി, കാരിത്താസ് ആശുപത്രി, ഇപ്പോൾ വന്നിരിക്കുന്ന പാലായിലെ ആശുപത്രി, ഈ ആശുപത്രികളിലേക്ക്, മെഡിക്കൽ കോളേജ്, ഇതിലേക്കൊക്കെ പോകാനുള്ള ഒരു മാർഗമാണ് കുറവിലങ്ങാട്, പ്രസിദ്ധമായ കുറവിലങ്ങാട് പള്ളി, അതുപോലെ മള്ളിയൂർ ക്ഷേത്രം, നമ്മുടെ മണ്ണാറപ്പാറ പള്ളി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം നിരവധി ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ്. കാരണം നമ്മളൊരു അത്യാവശ്യത്തിന് പോകുമ്പോഴാണ് ഈ മേൽപ്പാലം അടയ്ക്കുന്നത്, റെയിൽവേ ഗേറ്റ് അടച്ചു പോകുന്നത്. അപ്പോൾ അത് ക്രോസിംഗ് കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് സമയം, ചില സമയത്ത് ഒരു വണ്ടിക്ക് വേണ്ടി ഗേറ്റ് അടച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അടുത്ത വണ്ടിക്ക് വേണ്ടി വീണ്ടും അടയ്ക്കുകയാണ്. അപ്പോൾ ഈ ക്യൂ കിടക്കുന്ന വണ്ടികൾക്ക് പോകാൻ പോലും സാധിക്കാറില്ല. അതുപോലെ എത്രയോ ടിപ്പറുകളാണ് കിഴക്കൻ സൈഡിൽ നിന്നും നമ്മുടെ കല്ലറ, അതുപോലെ വെച്ചൂര് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം നീണ്ട നിരയാണ്. അപ്പോൾ ഈവൻ സൈഡ് റോഡിൽ കൂടെ പോലും പോകാനായിട്ട്, മറ്റുള്ള വഴിയിലേക്ക് തിരിയാൻ പോലും നമുക്ക് മാർഗ്ഗമില്ല. കാരണം ഇത്രയും വണ്ടികൾ ക്യൂ ആയിട്ട് കിടക്കുന്നതുകൊണ്ട്. അപ്പോൾ ഒരുപാട് നിവേദനങ്ങളും ഒരുപാട് അപേക്ഷകളും എല്ലാം അധികൃതർക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിന് അനുകൂലമായ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഒരു ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ അതുപോലെ അപകട സാഹചര്യങ്ങളിലും അത്യാവശ്യ ഘട്ടങ്ങളിലുമെല്ലാം ഒരുപാട് പേര്, ഒരുപാട് സങ്കടക്കണ്ണീര് അനുദിനം വീഴുന്ന സ്ഥലമാണ്. ആംബുലൻസുകൾക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ. ആർക്കും പോകാൻ പറ്റത്തില്ല. കാരണം അതിന് സമീപത്തുള്ള റോഡുകളെല്ലാം വളരെ ചെറിയ റോഡുകളാണ്. ആ റോഡിലേക്കുള്ള പ്രവേശനം പോലും തടയപ്പെട്ട രീതിയിലാണ്. അത്ര വലിയ ക്യൂ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ പോലും പോകാൻ പറ്റത്തില്ല. വലിയ രീതിയിൽ കഷ്ടപ്പെടുകയാണ്. ആ കുറുപ്പന്തറ കല്ലറ കുറവലങ്ങാട് റോഡിൻ്റെ, അല്ലെങ്കിൽ ആലപ്പുഴ കുമളി റോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനി ഹൈവേ തന്നെയാണ്. അപ്പോൾ അത് കുറുപ്പന്തറയെ സംബന്ധിച്ച് ഇത് ഈ ഇത്രയും ദീർഘദൂരമുള്ള ഒരു ഹൈവേ, ഇവിടുത്തെ റെയിൽവേ ഓവർബ്രിഡ്ജ് ഏറ്റവും അനിവാര്യമായ ഒരു സംഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പേ നടത്തിക്കിട്ടേണ്ട ഒരു സംഭവമായിരുന്നു. അത് സർക്കാരും ബഹുമാന കോടതിയും എല്ലാം ഇടപെട്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തി കിട്ടണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ഞാൻ ഈ കുറുപ്പന്തറ ടൗണിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന വ്യാപാര ഭവൻ, കുറുപ്പന്തറ വ്യാപാര ഭവനിലാണ്. അപ്പോൾ ഞാൻ വ്യാപാര ഭവനിൽ ജോലി വർക്ക് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഒരു 30-35 വർഷത്തോളം ഉണ്ടായി. എനിക്കിപ്പം വയസ്സ് 57 എങ്കിൽ പോലും 30-35 വർഷത്തോളമായി. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കുറുപ്പന്തറ, ഈ മാഞ്ഞൂർ പ്രാദേശിക മേഖല ഉൾപ്പെടെ നമ്മൾ പെടുത്തി കഴിഞ്ഞാൽ, അതായത് കക്കത്തുമല, കല്ലറ, മാഞ്ഞൂർ, എരമംഗലം, ഈ മേഖല മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇതുവഴി കടന്നു വരുന്ന വാഹനങ്ങളിൽ പെടുന്ന ഗതാഗതത്തിൽ പോകുന്നവർ, സഞ്ചാരികൾ, അതായത് അവരുടേതായ വ്യക്തിപരമായ ആവശ്യങ്ങളും ഓഫീസ് ആവശ്യങ്ങൾ, ഹോസ്പിറ്റലിൽ പോകുന്നവർ, അങ്ങനെ പല വ്യക്തികളുണ്ട്. ജോലിക്കാരുണ്ട്, സ്കൂളിൽ പോകുന്നവരുണ്ട്. അതുപോലെ മാഞ്ഞൂർ, നമ്മുടെ മണ്ണാർപ്പാറ പള്ളി, അതുപോലെ മള്ളിയൂർ, ഇങ്ങനെ ആകുന്ന വിശ്വാസികൾ, നമ്മുടെ നല്ല വിശ്വാസികൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേന് ഈ ഗേറ്റ് നമ്മുടെ ഈ ഗേറ്റ് ഇവിടെയുള്ള ഈ ദേശത്തുള്ളവർക്കും ഈ പ്രാദേശിക മേഖലയുള്ളവർക്കും ഒരു തീരാ ശാപമായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ രാവിലെ ഒരു 7 മണി കഴിയുമ്പോൾ തൊട്ട് ഒരു 10-10:30 വരെ 4 മണിക്കൂർ 5 മണിക്കൂർ ഇവിടെ വണ്ടി തടസ്സപ്പെട്ട് കിടക്കുക. സമയത്ത് ഓഫീസിൽ ചെല്ലാത്തവർ ബുദ്ധിമുട്ട്, അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലാത്തവർ ബുദ്ധിമുട്ട്, അത് പല രീതിയിൽ കാര്യമുണ്ട്. അതുപോലെ ഒരാൾക്ക് എന്തൊക്കെ ഒരു അപകടം വന്നാലോ, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വന്നാലോ, അതുപോലെ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ, ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഇതുവഴി ഒന്ന് പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരുടെ കാര്യത്തിൽ തീരുമാനമാകും.
അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത്. അതിനാൽ എനിക്ക് പറയാനുള്ളത് ഈ തടസ്സം എത്രയും പെട്ടെന്ന് നീങ്ങിക്കിട്ടണം. നമുക്കിവിടെ ഒരു മേൽപ്പാലം വളരെ ആവശ്യമാണ്. അത്രമാത്രം ദുരിതം ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ വ്യാപാരി വ്യവസായിയും വികസന സമിതിയും സംയോജിച്ച് ഇത് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ്. അതിനുവേണ്ടി ഇത് എങ്ങനെ മുടക്കാവോ, ഇതെങ്ങനെ തടസ്സപ്പെടുത്താവോ എന്നുള്ള ഒറ്റ ചിന്താഗതിയാണ് ഇവിടുത്തെ വികസന വിരുദ്ധരായ ഇത് നടക്കുന്നത് മുഴുവനും. അവർ ഈ വികസനത്തിന് അവർ ശരിക്കും പറഞ്ഞാൽ അവർ വിഘടനവാദികളെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു നാടോട്ട് നന്നാക്കുകയില്ല, അവരോട് നന്നാവുകയില്ല എന്നുള്ള രീതിയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ എല്ലാ തടസ്സങ്ങളും നീക്കി ഇതിൻ്റെ വേണ്ടപ്പെട്ട ജനപ്രതിനിധികളും അതിൻ്റെ മേലധികാരികളും ഇതിന് മുന്നോട്ട് വന്ന് ഇതിനുള്ള കാര്യങ്ങൾ നീക്കുന്ന അത് തടസ്സം മാറ്റിയിട്ട് എന്തായാലും ആ ഒരു മേൽപ്പാലം വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇടുക്കി ജില്ലയും ആലപ്പുഴ ജില്ലയും കൂട്ടുമുട്ടിക്കുന്ന ഏറ്റവും ഷോർട്ടായ ഒരു റൂട്ടാണിത്. അതായത് വികസനത്തിനും അതുപോലെ വിനോദ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൂട്ടായത്. അപ്പോൾ ഇവിടെ കൊണ്ട് എങ്ങനെയെങ്കിലും അത് തടസ്സപ്പെടുത്തണം, മുടക്കണം എന്നൊരു കാഴ്ചപ്പാടിലാണ് ഇവിടുത്തെ പല വ്യക്തികളും. അതുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നമ്മുടെ ഈ മേഖല വികസനത്തിന് ബാധിച്ചിട്ട് വരണം. അവർ അന്നോട് ഒത്തുകൂടെ വന്ന് ഇത് സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറുപ്പന്ത്ര റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഒരു ആവശ്യകത നിരവധി വർഷമായി എല്ലാ ഈ നാട്ടിലുള്ളവരുടെയും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്കും വളരെയേറെ കാലത്തെ ഒരു ആവശ്യമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നിയമക്കുരുക്കുകളിൽപ്പെട്ട് വർഷങ്ങളായിട്ട് ഇത് നീണ്ടു പോകുന്നു. ഇവിടെ മള്ളിയൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മണ്ഡലക്കാലത്ത് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്കും അതുപോലെ വിനായക ചതുർത്ഥി സമയത്ത് മള്ളിയൂരിലേക്ക് എത്തിച്ചേരുന്ന ഭക്തന്മാർക്കുമൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അനവധി സമയം റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ കുരുക്കിൽപ്പെട്ട് ഭക്തന്മാർ വലയാറുണ്ട്. അപ്പോഴൊക്കെ നമ്മളുടെ മനസ്സിലും ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു റെയിൽവേ മേൽപ്പാലം എന്നുള്ളത്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുവാൻ ഇതിൻ്റെ ഭരണാധികാരികളും അതിനോടനുബന്ധിച്ചിട്ടുള്ളവരും എല്ലാം ശ്രമിച്ച് ഭംഗിയാക്കണം. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. നടപ്പിലാക്കി തരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഏവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ക്ലേശകരമായിട്ടുള്ളൊരു സംഭവമാണ് ആ ഒരു റെയിൽവേ ഗേറ്റ് കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹം മേൽപ്പാലം വരിക എന്ന് തന്നെയാണ്. മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഏകദേശം ഞങ്ങൾ തന്നെ കാണാറുണ്ട്. ശബരിമല സീസണിലൊക്കെ ഏകദേശം ഒരു 1/4 മണിക്കൂർ നേരം ബ്ലോക്കിൽപ്പെട്ട അനവധി ആൾക്കാർ വലയുന്നുണ്ട്. അതിനെല്ലാം ഒരു ശാശ്വതമായൊരു പരിഹാരം നമുക്കുണ്ടാകും. അതുപോലെ തന്നെ കുമരകത്തേക്കൊക്കെ അനവധി ആൾക്കാർ ഈ റൂട്ടിൽ കൂടെ പോകുന്നവരെല്ലാവരും ഈ ഒരു പാലം ഇല്ലാത്തതിൻ്റെ കാരണം അനവധി ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനെല്ലാം ഇതിനൊരു മാറ്റം ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബന്ധപ്പെട്ട അധികാരികളോട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു മേൽപ്പാല പൂർത്തീകരണം നടത്തണമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഇത് തീർക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോട് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാനും വേല, വണ്ടി മുന്നോട്ട് പോയില്ല, പുറകോട്ടും സൈഡിലേക്കും പോയില്ല. 5 വണ്ടി പോയതിനു ശേഷമാണ് എനിക്കൊന്ന് അവിടുന്ന് റെയിൽവേ ഗേറ്റിന് അവിടുന്ന് തിരിച്ചു പോരാൻ പറ്റിയത്. അത് അത്യാവശ്യമാണ്, വർഷങ്ങൾ മുമ്പേ വരേണ്ട അത്യാവശ്യമായ കാര്യമായിരുന്നു മേൽപ്പാലം. ഇവിടെ ഏറ്റവും തിരക്കുള്ള ഒരു റോഡായത്. വളരെ ബുദ്ധിമുട്ട്. ഇതിപ്പോൾ ഓരോ ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രെയിൻ വരുന്ന കാത്തിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ 3-4 ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ഇവിടെ പിടിച്ചിടുവാണ്. അപ്പോൾ ഞങ്ങളുടെ കടയുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ കിടക്കുന്നത്, അവിടം വരെയും അങ്ങ് ജംഗ്ഷൻ വരെ കിടക്കുന്നത്. ഒരു 2 ലൈനാണ് കിടക്കുന്നത്. തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ ഇടയില്ല. ഞങ്ങളുടെ കടയിലോട്ട് വരുന്ന ആൾക്കാർക്ക് പോലും ഒന്നും വരാൻ പറ്റില്ല. അതുപോലെ ഇങ്ങനെ തിരക്ക് അവിടെ കിടക്കുന്നത്. അതെല്ലാം വരുവാ. കാരണം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ആ കിടക്കുന്ന വണ്ടി 5 വണ്ടി പോകുന്നിടം വരെ അവിടെ കിടക്കേണ്ടി വന്നിട്ട് 1 മണിക്കൂറോളം അവിടെ കിടക്കേണ്ടി വന്നു. നമ്മുടെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റുന്നില്ല. വണ്ടി അങ്ങോട്ടെങ്കിലും ഒന്ന് തിരിക്കാനും പിടിക്കാനും പറ്റില്ല. എല്ലാ വണ്ടിയും കൊണ്ട് ബ്ലോക്ക് ആക്കി കൊണ്ടിട്ടിരിക്കുക. എൻ്റെ വണ്ടിയും തിരിച്ചോണ്ടോ, എനിക്ക് എടുത്തോണ്ട് പോരണ്ടേ. 100 കണക്കിന് ടിപ്പർ അതിൽ ഓടുന്നത്. ഈ ടിപ്പർ ഓടുമ്പോൾ തന്നെ വഴി ഇവിടെ ബ്ലോക്കായി കഴിഞ്ഞു.
ചെറുവണ്ടിക്കൊന്ന് പോകാനോ ടൂറൊക്കൊന്ന് പോകാനോ പറ്റിയില്ല. രോഗികളെ കൊണ്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നമ്മുടെ ഈ കുറുപ്പന്തറ മേഖല. കാൽനട യാത്രക്കാരെ ബുദ്ധിമുട്ടാണ്. കാൽനട യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടാണ്. ഈ ഡബിൾ ലൈനിലൂടെ കൂടി വന്നു ഇപ്പോൾ എത്ര വണ്ടിയാണ് ഇവിടെ കുറേ കുത്തക മുതലാളിമാർ ഇതിനു വേണ്ടി തടസ്സം നിൽക്കുന്നതല്ലാതെ ഇത് ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം അവർ ചെയ്യുന്നില്ലെന്നുള്ളതാണ്. ഈ മേൽപ്പുരയിലൂടെ എന്തുമാത്രം ആൾക്കാർക്ക് പ്രയോജനമുണ്ടെന്ന് അറിയാം. ഇവിടുത്തെ വാഹനക്കാർക്ക്, കാൽനടയാത്രക്കാർക്ക്, ടിപ്പറുകാർക്ക് ഒക്കെ സൗകര്യമായിട്ട് ഓടിപ്പോകാം. ഇത് ഇവിടെ നടക്കുന്നില്ലെന്നുള്ളതാണ്. ഇതിന് കുറേ പേര് ഇതിനെ അനുകൂലിക്കുമ്പോൾ ഒന്നോ രണ്ടോ ചില പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് ഇത് മൂടി വെക്കുവാണ്. ഇത് തടസ്സം വരുവാണ്. അത് പാടില്ല. ഇനി മേൽപ്പാലം വരട്ടെ. ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടിയിട്ട് പാലം വേണ്ടെന്ന് വെക്കുന്നത് ശരിയല്ല. രണ്ടു പേരെ ബാക്കി എല്ലാവരും ഞങ്ങൾ അനുകൂലിക്കുന്നവരാണ്. ഞങ്ങളിവിടെ അടുത്ത് കിടക്കുന്നവരാണ്, ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്നവരാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നവരാണ്. അതിൻ്റെ പ്രയാസം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുമുണ്ട്. എത്രയും പെട്ടെന്ന് വരിക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലത്. ബന്ധപ്പെട്ട അധികൃതർ ഇതിനുള്ള നടപടി സ്വീകരിക്കണം. അല്ലാണ്ട് പറ്റുമോ? ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. നടിക്കരുത്. അതാണ് ഏറ്റവും വേണ്ടത്. കണ്ടില്ലെന്ന് നടിച്ചാൽ ഇവിടെ ഓരോ പാർട്ടിക്കാർ വന്നിട്ട് ഫ്ലെക്സി വെക്കും. ഓരോ രാഷ്ട്രീയക്കാർ ജയിച്ചു വരുമ്പോഴത്തേനും ഈ ഫ്ലെക്സി വരുന്നതല്ലാതെ ഒരു മാർഗം ഇവിടെ കണ്ടിട്ടില്ല. കുറേ ആൾക്കാർ ഇത് ഞങ്ങളുടെ നേതാവ് ഇപ്പം ചെയ്തു തരും എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് ഇങ്ങോട്ട് വന്നിട്ടില്ല. ചെയ്യാണ്ട് അവർ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ വരുമ്പോൾ അവർ കൊണ്ട് ഫ്ലെക്സി പോകും. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു പോയി കഴിയുമ്പോൾ ഫ്ലെക്സിയും കാണിയാല, നേതാക്കന്മാരും കാണിയാല. പിന്നെ അടുത്ത ഇലക്ഷൻ വരണം പറഞ്ഞാൽ ഞങ്ങൾ പരിശ്രമിക്കുവാണ്. ഞങ്ങൾക്ക് അവിടെ മെമ്പർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ മെമ്പർ കൊടുത്തിട്ടുണ്ട്. അതിന് തീരുമാനം ഉടനെ ഉണ്ടാവും. ജനങ്ങളെ കണ്ണി പൊടിയിടാനല്ലാതെ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരെ കൊണ്ടും ഇത് സാധിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഇനിയെങ്കിലും അത് ഇവരെല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഇവിടെ രാഷ്ട്രീയ പാർട്ടി നോക്കാതെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ പാർട്ടികളും ഒന്നിച്ച് വന്ന് ഇവിടെ ഈ മേൽപ്പാലം ഉണ്ടാക്കാനുള്ള ശ്രമിക്കുക വേണ്ട. വർഷങ്ങളായി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. വർഷങ്ങളായിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അത് ഈ മേൽപ്പാലത്തിൻ്റെ കാര്യത്തിനല്ല, എല്ലാ പൊതു കാര്യത്തിലും നിസ്സാരം തൊഴിലാളി വർഗത്തിന് വരെ ഇതിപ്പം ശാപമായിട്ട് മാറിയിരിക്കുക. ഭരണമായിട്ടും എല്ലാ കൊണ്ടും നേതാക്കന്മാർ വഴിയെ പോകുമ്പോൾ കൈവപ്പിക്കുക കാണിക്കുന്നതല്ലാതെ യാതൊരു മാർഗം ഈ പൊതുജനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതിനാരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് തടസ്സം കൊണ്ട് നിൽക്കുക. പുറത്തു നിന്ന് തടസ്സം കൊണ്ട് നിൽക്കും. അത് പാടില്ല. ഇനിയെങ്കിലും ഇത് പഠിക്കേണ്ട ഒരു പാടാണ്. നമ്മുടെ ജനങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും വോട്ട് കൊടുത്ത് അങ്ങനെ ചെന്നിരിക്കണേ. എന്നിട്ട് അവരവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവരുടെ വിളയാട്ടാണ്. നിയമസഭയിലും അവരുടെ പേക്കൂത്ത് മാത്രമേ ഇവിടെ മാധ്യമ വഴിയൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് കണ്ട് മടുത്ത് ഇപ്പം മാധ്യമങ്ങളെ പോലും കാണാൻ താല്പര്യമില്ല. അത്ര ഇതായിപ്പോയി. ഇന്ന് പറയുന്ന ഒരുത്തം വന്ന് ഒരു വാക്ക് പറയും, നാളെ വേറൊരു വാക്ക് പറയും. എന്നിട്ട് അവർ മാധ്യമപ്രവർത്തകർ തമ്മിത്തല്ല. എന്നിട്ട് പറയണമെന്ന് ചോദിക്കുന്ന ഒരു അവതാരം ചോദിച്ചാൽ അതിന് ഉത്തരവല്ല ഇരിക്കുന്നവർ പറയുന്നത്. അവർ വേറെ ആഭ്യന്തര കാര്യങ്ങൾ, ഇന്ത്യയിലെ കാര്യങ്ങൾ ഇന്ത്യയിലല്ല പറയേണ്ടത്. കേരളത്തിലെ കാര്യങ്ങൾ കേരളത്തിൽ പറയണം. അല്ലാതെ മഹാരാഷ്ട്രയിലെ കാര്യമോ ഗുജറാത്തിലെ കാര്യമല്ല പറയേണ്ടത്. കേരളത്തിലെ കാര്യം, കേരളത്തിലെ ജനങ്ങളുടെ കാര്യം കേരളത്തിൽ പറയണം. പരിഹരിച്ചിട്ട് വേണം ഇവർ അങ്ങോട്ട് പോകാണ്ട്. അതാദ്യം പരിഹരിക്കട്ടെ. പരിസരവാസികൾ അല്ലെങ്കിൽ പ്രദേശവാസികൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കെട്ടിടത്തിന്റെ ഫ്രണ്ട് പോകുന്നതിനും കെട്ടിടം പോകുന്നതിനും ഞങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ല. ഞങ്ങൾക്ക് ഈ റെയിൽവേ പാളം ഈ മേൽപ്പാലം വരണമെന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. ഞങ്ങൾ കെട്ടിടം കൊടുക്കാനും ഇതെല്ലാം ഞങ്ങൾ ബിസിനസ് അങ്ങോട്ട് പുറകോട്ട് മാറ്റി ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് മേൽപ്പാലം വരണം, അത് നിർബന്ധമാണ്. ഇത്രയൊക്കെ നൽകാമെന്ന് പറഞ്ഞിട്ട് ഇത് രാഷ്ട്രീയക്കാരെല്ലാം കൂടെ വന്ന് ഓരോരുത്തരും അത് ഒന്നാമത്തെ കാര്യം 2-3 പേർക്ക് വേണ്ടിയിട്ട് ഈ പാലം 2 പേർക്ക് വേണ്ടിയിട്ട് ഈ പാലം മാറ്റി വെക്കുക എന്ന് പറഞ്ഞതല്ല. മറ്റവരൊക്കെ കുറച്ച് പേരുണ്ടെന്ന് മാറി. ഇവർക്ക് വേണ്ടിയിട്ട് ഈ പാലം വേണ്ടെന്ന് വെക്കുന്നത് ശരിയാണോ? ശരിയല്ല. പാലം വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും തന്നെ നല്ല രീതിയിൽ അത് എഫക്ട് ചെയ്യും. കാരണം നമുക്ക് എല്ലാവർക്കും യാത്ര സുഗമമാക്കാനായാലും പിന്നെ ഞങ്ങളെ സൈഡിൽ കൂടെ വേണ്ടി ഞങ്ങൾക്ക് ബിസിനസ്സിന് ഒരു കുഴപ്പമില്ല. ഈ മേൽപ്പാലം കൊണ്ട് ഇവിടെ മാത്രമുള്ളവർക്കല്ല, ഇവിടുന്ന് അങ്ങനെ ഹൈറേഞ്ച് പോയ ആൾക്കാർ ഇവിടെ വരുന്ന ആലപ്പുഴയ്ക്ക് പോകുന്ന റോഡായത്. അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നും വാഹനങ്ങൾ ഇതിലെ വരുന്നുണ്ട്. ഇതിലെ ഓടുന്ന വാഹനങ്ങൾ തന്നെയല്ല, വിവിധ മേഖലകളിൽ നിന്നും ഇതൊരു കൈവേയാട്ടാ ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങളിവിടെ എന്തുമാത്രം വാഹനങ്ങൾ ഇതിലെ പോകുന്നുണ്ട്. ഒരു ഗേറ്റോടെ വരട്ടെ, ഒരു ഗേറ്റോടെ, പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആയിട്ടാ, ഞായറാഴ്ച ആയിട്ടാ. അല്ലാത്ത ദിവസങ്ങളെല്ലാം ഇവിടെ ഈ സമയത്ത് വഴി ബ്ലോക്കാം. ഒരു 3-4 ട്രെയിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ. പ്രദേശങ്ങൾ അവിടെ ഇവിടെയൊക്കെ പാലങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് ബസ് റൂട്ടുള്ള ഒരേ ഒരു വഴി ഇത് മാത്രമേ ഉള്ളൂ. അപ്പുറത്തോടും ഇപ്പുറത്തോടൊക്കെ പാലം ഉണ്ടെന്ന് അവരൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ബസ് റൂട്ട് ഇതുവഴി മാത്രമേ ഉള്ളൂ. അത് ജനങ്ങൾക്ക് എന്തുകൊണ്ടും ഉപകാരപ്രദമാണ് ഈ പാലം വരുന്നതെന്നാണ് ജനങ്ങൾക്ക് എല്ലാവരുടെയും ആഗ്രഹം.